അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ആദരം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത്തെ ജന്മദിനത്തിലാണ്. മരണാന്തര കർമ്മങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സന്മാർഗത്തിന്റെ വെളിച്ചം പ്രാപിച്ച മുഅ്മിനീങ്ങൾക്ക് ഔദാര്യമായി നൽകുന്ന ഒന്നാണ് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കുക എന്നത്. വലഖദ് കറംന ബനി ആദം സന്തതികളോട് ബഹുമാനത്തോട് കൂടി പെരുമാറണമെന്നുള്ളത് ഖുർആനിന്റെ കൽപ്പനയാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതവും മരണവും ബഹുമാനത്തോട് കൂടി പെരുമാറണമെന്നുള്ളത് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിനോട് ചെയ്യേണ്ട നിർബന്ധമായ ബാധ്യതകളുണ്ട്. മയ്യത്ത് നിസ്കാരവും മയ്യത്ത് സംസ്കരണവും ഒരു ഉമ്മത്തിന്റെ നിർബന്ധമായ ബാധ്യതയാണ്. കാരണം വിശാലമായ ലോകത്തിലേക്കുള്ള യാത്രയാണ്, അപ്പോഴും കടപ്പാടുകൾ ഏറെയുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന മരിച്ചുടനെയുള്ള മയ്യത്തിന്റെ അടുത്ത് പോയി ഖുർആൻ പാരായണം ചെയ്യൽ, പ്രത്യേകിച്ച് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത് ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനൻ അബീ ദാവൂദ് എന്ന ഗ്രന്ഥത്തിന്റെ 3121ാമത്തെ ഹദീസിലും മഹാനായ ഇമാം മാജ റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനൻ ഇബ്നു മാജ എന്ന ഗ്രന്ഥത്തിന്റെ 1447ാമത്തെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇഖ്റഉ സൂറത്ത് യാസീൻ അലാ മൗതാകും. മഹാനായ ഇമാം ഷാഫിയും മഹാനായ ഇമാം നവവി പറയുന്നു, ഇസ്താബു അൻ യഖ്റഉ ഇൻദഹു ശൈഅൻ മിനൽ ഖുർആനി. മരിച്ചവരുടെ അടുക്കൽ ഖുർആൻ ഓതൽ സുന്നത്താണ്. പക്ഷേ നമ്മുടെ പരിസരങ്ങളിലുള്ള പുത്തൻവാദികൾ പറയുന്നു മരിച്ചവരുടെ അടുക്കൽ ഖുർആൻ ഓതാൻ പാടില്ല. മരിച്ച് ഞങ്ങളുടെ സുന്നികളാകുന്ന നമ്മൾ സൂറത്ത് യാസീൻ ഓതി ദുആ ചെയ്യുന്നു. ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിലെ 920ാമത്തെ ഹദീസിൽ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ ഭർത്താവായ അബൂ സലമ മരണപ്പെട്ടപ്പോൾ മരിച്ച ഉടനെയുള്ള കർമ്മങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അല്ലാഹുമ്മ ഗഫിർ ലി അബീ സലമത വറഫഉ ദറജതഹു ഫിൽ മഹ്ദിയിൻ വഗഫിർ ലനാ വലഹും യാ റബ്ബൽ ആലമീൻ വഫ്സലഹു ഫി ഖബ്രിഹി വനവ്വിർ ലഹു ഫീ. അബൂ സലമയുടെ ആഖിറത്തിലുള്ള ദറജ വർദ്ധിപ്പിക്കാൻ വേണ്ടിയും ഖബറിന്റെ വിശാലതക്കും പ്രകാശത്തിന് വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പരിശുദ്ധമാക്കപ്പെട്ട ജനാസയുടെ മുന്നിലേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഒരു കൂട്ടർ മുഹാജിരീങ്ങളും അൻസാരികൾ വരുന്നു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആക്ക് നേതൃത്വം നൽകുന്നു. അല്ലാഹുമ്മ ജമാ ബൈനനാ വബൈനഹും. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ എന്ന് ദുആ ചെയ്യുമ്പോൾ ഫയഖൂലുന്നാസു ആമീൻ ആമീൻ. അവിടെ ദുആക്ക് സ്വഹാബികൾ ദുആക്ക് ആമീൻ ആമീൻ എന്ന് പറയുന്നു. ഈ സംഭവം ഇബ്നു കസീർ അൽ ബിദായത്ത് വന്നിയ എന്ന ഗ്രന്ഥത്തിന്റെ 5ാം വാല്യം 305ാമത്തെ പേജിൽ വിശദീകരിക്കുന്നു. ഇതേ ആശയം ഇബ്നു ഹാഫിദ് അബൂ സഊദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ തബഖാത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിന്റെ 2ാം വാല്യം 290ാമത്തെ പേജിൽ വിശദീകരിക്കുന്നു. അതേപോലെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലലും പുണ്യകർമ്മമാണ്. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ജാമിഉ സഗീർ എന്ന ഗ്രന്ഥത്തിന്റെ 1ാം വാല്യം 250ാമത്തെ പേജിൽ വ്യക്തമാക്കുന്നു, അനസ് റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്സിറു ബിൽ ജനാസതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനെ ചൊല്ലണം. കാരണം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനെ വർദ്ധിപ്പിക്കണം. അങ്ങനെ ഒരു മയ്യത്തിനെ കൊണ്ടുപോയി മറമാടിയാൽ അവിടെ നടത്തുന്ന തൽക്കീനും തസ്ബീഹ് ഖുർആൻ പാരായണം ഇതെല്ലാം പുണ്യകർമ്മമാണ്. മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്നു. മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ അഖീമു ഹൗല ഖബരി ഇദാ അഖീമു ഹൗല ഖബരി ഇദാ ദഫൻതുമൂനി ഹഖീമു ഹൗല ഖബരി ഖദ്റമായുൻ അറു ജസൂറു വയുക്സമു ലഹ്മുഹാ അത്തസ്തൈനി സബികും വഅൻദുറ മാദാ അറാജി ബി റസൂൽ റബ്ബി.
എന്നെ ഖബറടക്കിയാൽ നിങ്ങൾ പെട്ടെന്ന് പോകരുത്. ഞങ്ങൾ ഒട്ടകങ്ങളെ അറുത്ത് അതിനെ വിതരണം ചെയ്യുന്ന സമയം വരെ എന്റെ ഖബറിന്റെ അടുക്കൽ നിൽക്കണം. ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഖത്തീബ് ശുർബീനി അവിടുത്തെ മുഗ്നി മുഹ്താജിൽ വ്യക്തമാക്കുന്നു, പറയുന്നു. അവിടുന്ന് മുഗ്നി മുഹ്താജിൽ പറയുന്നു, വയസ്സന്നു തൽഖീനുൽ മയ്യിത്തി വഹദ ദഫനി വഖദ് ഖാല തആല വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ വഹ്വാജു മാ യകൂനുൽ അബ്ദു ഇല തസ്കീരി ഫി ആദിൽ ആലാ. മയ്യത്തിന് ഖബറടക്കിയതിനു ശേഷം തൽഖീൻ ചൊല്ലൽ സുന്നത്താണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറയുന്നു, നിങ്ങൾ മുഅ്മിനീങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുക, അത് മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ഉപകരിക്കും. അങ്ങനെ ഒരു മുഅ്മിനെ ഓർമ്മപ്പെടുത്തേണ്ട സമയം അയാൾ ഖബറിൽ എത്തിയാലാണ്. അതുകൊണ്ട് തൽഖീൻ ചൊല്ലൽ വളരെ വളരെ പുണ്യമാണ്. അതൊരിക്കലും ശിർക്കല്ല. ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ ഒരു ഇമാമിന്റെ ഖൗൽ കൊണ്ടോ അത് ശിർക്കാണെന്ന് സ്ഥിരപ്പെടുത്താൻ ഈ നൂറ്റാണ്ട് വരെ ഒരു ബിദ്അത്തായ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ ഒരു ഇമാമിന്റെ ഖൗൽ കൊണ്ടോ അത് ശിർക്കാണെന്ന വാദം അത് തെറ്റാണ്, അത് അബദ്ധമാണ് എന്ന് മുസ്ലിം ലോകം വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. വല്ലാഹി 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 അത് ശിർക്കാണെന്ന് സ്ഥിരപ്പെടുത്താൻ ഈ നൂറ്റാണ്ട് വരെ ഒരു ബിദ്അത്തായ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയുമില്ല. എന്നെങ്കിൽ നിങ്ങൾക്ക് അതിന് തർക്കമുണ്ടോ, അതിനുള്ള തർക്കമുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ എന്ന വെല്ലുവിളിയോടെ ഞാൻ എന്റെ പ്രസംഗത്തിന് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.